നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിലവാരം കണക്കാക്കുന്ന മാനദണ്ഡത്തിൽ കൂട്ടിച്ചേർക്കലുമായി UGC. വിവിധ സഹായ പദ്ധതികൾ അടക്കമുള്ള വികസനത്തിന് ഇതും കൂടി പരിഗണിക്കപ്പെടും. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കിയ രീതിയാണ് മാനദണ്ഡത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നയം നടപ്പാക്കാൻ മടിച്ച സംസ്ഥാനങ്ങൾക്ക് തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. കോളേജുകളുടെയും സർവകലാശാലകളുടെയും നിലവാരം നിശ്ചയിക്കാൻ NAAC അക്രഡിറ്റേഷനാണ് നിലവിലുള്ള മാർഗം. ഇതിനു പുറമെയാണ് പുതിയ രീതി കൂടി വരിക. സ്ഥാപനങ്ങളെ വിലയിരുത്താൻ രണ്ട് ഭാഗങ്ങളാണ് പുതിയ സംവിധാനത്തിൽ. ആദ്യത്തേത് എലിജിബിലിറ്റി ക്വാളിഫയർ എന്ന അടിസ്ഥാന യോഗ്യതാ നിർണയമാണ്. ഇതിൽ UGC അംഗീകാരത്തിന് പുറമെ NAAC അക്രഡിറ്റേഷൻ, ഐഷ് പോർട്ടൽ രജിസ്ട്രേഷൻ, വിദ്യാർത്ഥി പ്രശ്ന പരിഹാര സമിതി, ആഭ്യന്തര പരാതി പരിഹാര സമിതി, അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് രജിസ്ട്രേഷൻ എന്നിവയടക്കം 11 നിർബന്ധ മാനദണ്ഡങ്ങളാണ് ഉള്ളത്. ആദ്യ വിഭാഗത്തിലെ നിബന്ധനകൾ പാലിച്ചാലേ രണ്ടാമത്തെ വിഭാഗത്തിലേക്ക് കടക്കാനാകും. ഇതിൽ ശരി തെറ്റ് എന്ന നിലയിൽ മാത്രമേ പ്രതികരണം രേഖപ്പെടുത്താനാകൂ. അനുവദിക്കപ്പെട്ട അധ്യാപക തസ്തികകളിൽ 75% സ്ഥിരം നിയമനമുണ്ടോ എന്നതാണ് ആദ്യ ചോദ്യം. സ്ഥിരം വിഭാഗത്തിൽ ഗസ്റ്റ്, വിസിറ്റിംഗ്, പാർട്ട് ടൈം അധ്യാപകരെ കണക്കാക്കരുതെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. മാളവ്യ മിഷനിൽ പരിശീലനം ലഭിച്ച അധ്യാപകർ 75% വേണമെന്നതും ഒരു നിബന്ധനയാണ്. നടപ്പുവർഷം കുറഞ്ഞത് 3000 കുട്ടികളുടെ പ്രവേശനം നടന്നിട്ടുണ്ടോ, നിർഫ് റാങ്ക് ഉണ്ടോ, 4 വർഷ ബിരുദത്തിൽ മൾട്ടിപ്പിൾ എൻട്രി, എക്സിറ്റ് രീതി അനുവർത്തിക്കുന്നുണ്ടോ എന്നീ ചോദ്യങ്ങളുമുണ്ട്. ആകെ 49 ചോദ്യങ്ങളാണ്. ഇതിൽ 30 എണ്ണം എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും, 13 സർവകലാശാലകൾക്കും സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ബാധകമാണ്. സർവകലാശാലകൾക്കുള്ള ചോദ്യങ്ങളിൽ വൈസ് ചാൻസലർ നിയമനം UGC നിബന്ധന പ്രകാരമാണോ എന്നതും ഉൾപ്പെടുന്നു. ഇന്ത്യൻ നോളജ് സിസ്റ്റത്തെയും പരിസ്ഥിതി പഠനത്തെയും പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കിയോ എന്ന ചോദ്യവും ഇതിലുണ്ട്. മാനദണ്ഡങ്ങൾ സംബന്ധിച്ച അഭിപ്രായങ്ങളും പരാതികളും 30 ദിവസത്തിനകം അറിയിക്കാനും കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്.